ഷബീൽ. മലപ്പുറം തന്നെ. എന്താണ് എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എക്സാം കുഴപ്പമില്ല. എന്താണ് ഹീഗൽസിനെ കുറിച്ച് പറയാനുള്ളത്? ഹീഗൽസ് നല്ലത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഞാൻ കുറേ യൂട്യൂബിലൊക്കെ നോക്കി സെർച്ച് ചെയ്ത് നല്ല രീതി വന്നതാണ്. അഡ്മിഷൻ കിട്ടിയാലെടുക്കും. അഡ്മിഷൻ എൻട്രൻസ് എക്സാം കിട്ടിയ താല്പര്യമുള്ള ഫീൽഡാണ്. തിരൂരങ്ങാട്. എന്താണ് ഈഗിൾസിനെ കുറിച്ച് എക്സാം ഒക്കെ നന്നായിരുന്നു? നല്ല എക്സാം. സി എ താല്പര്യം വരികയാണോ? താല്പര്യം +2 സയൻസ് ആയിരുന്നു. പക്ഷെ പിന്നെ സി എക്ക് വരാൻ ഇൻട്രസ്റ്റ് വന്നോണ്ട് വന്ന്. എവിടുന്ന് വരുന്നത്? പാലക്കാട്. അപ്പോൾ കൊമേഴ്സ് സയൻസ് ആയിരുന്നു. പക്ഷേ സി എയിലേക്ക് വരാൻ സി എ ഇഷ്ടമായോണ്ട് എടുത്തതാ. എന്താണ് ഈഗിൾസിനെ കുറിച്ച് പറയാനുള്ളത്? നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാ. വയനാട്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. +2 ഏതായിരുന്നു? കൊമേഴ്സ് ആയിരുന്നു. അപ്പോൾ താല്പര്യമാണോ സി എ? എക്സാമിനെ കുറിച്ച് എന്താ? നന്നായിരുന്നു. അഡ്മിഷൻ കിട്ടിയാൽ എടുക്കും. എന്താണ് ഈഗിൾസിനെ കുറിച്ച് പറയാനുള്ളത്? ഈഗിൾസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് നന്നായിട്ട്. അതെ. എന്താ മാഡം ഇങ്ങനെയാണ് മോള് ഈ ഒരു ഈഗിൾസ് അഡ്മിഷൻ കിട്ടി എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു? അതെ അവള് സി എ ആയിരുന്നു SLC മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈഗിൾസ് എന്ന് പറയുമ്പോൾ ഒരു റെസിഡൻഷ്യൽ ആയതുകൊണ്ട് കുറച്ചുകൂടി ഒരു താല്പര്യം തോന്നി. അതുകൊണ്ടാണ് ഇവിടെ ചൂസ് ചെയ്തത്. കിട്ടിയ എന്തായാലും എടുക്കും. മലപ്പുറം. പൊന്നാനി. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമൊന്നുമില്ല. +2 ഏതായിരുന്നു? +2 കൊമേഴ്സ്. അപ്പോൾ സി എ ആണ് താല്പര്യം. എന്താണ് ഈഗിൾസിനെ കുറിച്ച്? ഈഗിൾസ് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് കേട്ട് അങ്ങനെയാണ്. അപ്പോൾ അത് അനുഭവിച്ചറിയാൻ വേണ്ടി അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട്. എന്താ പറയുന്നത്? ഹാപ്പിയാണ്. ആയെങ്കിലോ എങ്ങനെയാണ്? എവിടെയായിരുന്നു +2? എവിടെയായിരുന്നു? ഞാൻ ഐഡിയൽ കടകശ്ശേരി. കൊമേഴ്സ് ആയിരുന്നു. എങ്ങനെയുണ്ട് ഇപ്പോൾ ഈഗിൾസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല എക്സാം ആയിരുന്നു. ഈ ഈഗിൾസ് കുഴപ്പമില്ല. ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല റെസ്പോൺസാണ്. എല്ലാ പ്രീവിയസ് ആയി പഠിച്ചവരൊക്കെ നല്ല റെസ്പോൺസാണ് പറയണം. അപ്പോൾ അതുകൊണ്ട് താല്പര്യമാണ് സി എ. അപ്പോൾ നന്നായിട്ട് ഈഗിൾസിൽ വന്ന് നന്നായിട്ട് ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസാണ്. നന്നായിട്ട് പഠിച്ച് മുന്നേറാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. മലപ്പുറം. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാം കുഴപ്പമുണ്ടായിരുന്നില്ല. +2 ഏതായിരുന്നു? കൊമേഴ്സ്. സി എ ഈഗിൾസ് തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. എന്താണ് ഈഗിൾസിനെ കുറിച്ച് പറയാനുള്ളത്? ഈഗിൾസിനെ പറ്റി നല്ല റിവ്യൂ കിട്ടിയോണ്ടാണ് ഇവിടെ വന്നത്. പിന്നെ ഇനി ഇവിടെ വന്ന് ചേർന്ന് ബാക്കിയൊരു ഡീറ്റെയിൽസൊക്കെ അറിയാം. എന്താണ് ഈഗിൾസിനെ കുറിച്ച് പറയാനുള്ളത്? നല്ല അഭിപ്രായം. ഇതുപോലെ തന്നെ നല്ലതായി തോന്നിയോണ്ടാണ് ഇവിടെ വന്നത്. എവിടുന്ന് വരുന്നു? നിലമ്പൂർ. സി എ താല്പര്യപ്പെട്ട് വരുന്നു. എന്താണ് ഈഗിൾസിനെ കുറിച്ച് പറയാനുള്ളത്? ഈഗിൾസിനെ കുറിച്ച് എന്താ പറയുക? ഈഗിൾസ് നല്ല സ്ഥാപനമാണ്. അവിടെ പഠിച്ചവർക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത്. റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ്. ഒന്ന് പഠിക്കാൻ തന്നെ. കൊമേഴ്സ് ആയിരുന്നു? സയൻസ്. സയൻസ് ഒന്ന് പെട്ടെന്ന് കൊമേഴ്സിലേക്ക് അല്ലെങ്കിൽ ഈ സി എയിലേക്ക് മാറുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുമോ? ഇല്ല. അനുഭവപ്പെടുമെന്ന് ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞ സയൻസ് സി എ എത്തുമ്പോൾ പിന്നെ ആദ്യം തൊട്ട് അക്കൗണ്ടൻസിൻ്റെ കാര്യങ്ങളെല്ലാം ആദ്യം മുതൽ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ ഈഗിൾസിൽ. അപ്പോൾ പിന്നെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം തൊട്ട് പഠിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടാവത്തില്ല. എക്സാം പേപ്പറൊക്കെ ഭയങ്കര സിമ്പിൾ തന്നെയാണോ? എന്താണ് ഈ ഒരു സി എ തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം? സി എ എനിക്ക് +1 എത്തിയപ്പോൾ മുതലാണ് എനിക്ക് സി എനോട് ഭയങ്കര ഇഷ്ടം തോന്നാൻ തുടങ്ങിയത്. പക്ഷേ ഇപ്പോഴും അത് തന്നെ പോകും. എന്താണ് ഈഗിൾസിനെ കുറിച്ച്? ഞാൻ എല്ലാ കോച്ചിങ് സെൻറ്ററും വെച്ച് അന്വേഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നല്ലൊരു ഇതായിട്ട് തോന്നി. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ളതും ഈ കോച്ചിങ് സെൻറ്ററിനാണ്. ഞാൻ ബാക്കിയുള്ളതെല്ലാം അന്വേഷിച്ചു. പക്ഷേ എനിക്ക് ഇതിനോടാണ് കൂടുതലൊരു ഇഷ്ടം തോന്നാൻ കാരണം. അതുകൊണ്ടാണ് കോഴിക്കോട് നിന്നും റിസ്ക് എടുത്ത് ഉമ്മാനെയും കൂട്ടി ഇങ്ങോട്ട് വണ്ടി കയറിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതുകൊണ്ടാണ് രാവിലെ തന്നെ പുലർച്ചയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങിക്കണം ഇവിടേക്ക് എക്സാം എഴുതാൻ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ വന്നത്. പേരെന്താ? എൻ്റെ പേര് ഷഹ. ഉമ്മ കൂടെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നതാണ്. സി എ ഇഷ്ടമായതുകൊണ്ട് ഈഗിൾസിനെ കുറിച്ച് നല്ല അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാം നല്ല കുഴപ്പമൊന്നുമില്ല. കൊമേഴ്സ് ഏതായിരുന്നു? കൊമേഴ്സ്. എവിടെ പഠിച്ചത്? MES. എന്താണ് ഈഗിൾസിനെ കുറിച്ച് പറയാനുള്ളത്? ഈഗിൾസ് നല്ലതാണെന്ന് കേട്ടിട്ട് തന്നെ വന്നത്. കൊല്ലം. പേരെന്താ? ഫൗസിയ. കൊല്ലത്തു നിന്നും വളാഞ്ചേരി വന്ന് എൻട്രൻസ് എക്സാം എഴുതി. എന്താണ് ഈഗിൾസിനെ കുറിച്ച് പറയാനുള്ളത്? അതിൻ്റെ ഈഗിൾസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഈഗിൾസിനെ കുറിച്ച് ഞാൻ യൂട്യൂബ് വഴി അറിയുന്നത്. എനിക്കറിയാം ദൂരെ ആയിക്കൊണ്ട് ഇവിടെ ആരെ വിളിച്ച് ചോദിക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പം യൂട്യൂബ് വഴി പറഞ്ഞപ്പം ഇവിടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഭയങ്കര സ്ട്രിക്റ്റാണ്. പിന്നെ കുറേ നോക്കിയപ്പോൾ ഒരുപാട് പേര് നല്ല നല്ല പറയുന്നുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത്. താല്പര്യമുള്ള? ഉണ്ട് താല്പര്യമുണ്ട്. സപ്പോർട്ട് ചെയ്തുകൊണ്ട്
സ്ട്രിക്റ്റ്, വളരെ സ്ട്രിക്റ്റ് ആണ്. മൊബൈൽ ഉപയോഗിക്കാൻ പറ്റില്ല. റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ്. അപ്പോൾ അത് എന്നെ കൂടുതൽ മൊബൈൽ അഡിക്റ്റഡ്, അതുകൊണ്ട് ഞാൻ പഠിക്കത്തില്ല. പിന്നെ മൊബൈൽ ഇല്ലാതിരിക്കുമ്പോൾ പഠിക്കും. ആ ഒരു ഇതിൽ ഇവിടെ വന്നു. എന്താണ് എക്സാം എഴുതിയോ? കൂടെ വന്നാണ് സാറേ. ഇവിടെ ഇവിടെ കൊല്ലത്ത് തന്നെ പെങ്ങളമോള. എന്താണ് ഈഗിൾസിനെ കുറിച്ച് സെർച്ച് ചെയ്ത്? അതെ, അവർ സെർച്ച് ചെയ്തിട്ടാണ് ഇൻട്രസ്റ്റോടെ വന്നത്. കൊല്ലത്ത് ഇവിടെ വന്ന് പഠിക്കണമെങ്കിൽ എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടാവും എന്ന് മനസ്സിലാക്കി കൊടുത്തത്. അതെ അതെ, ഇതിനെപ്പറ്റി അറിഞ്ഞിട്ട് തന്നെ വന്നത്. ഹിദ, എവിടെ വീട്? മണിയൂർ, കോഴിക്കോട്. കോഴിക്കോട്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല. സി എ താല്പര്യമാണോ? ക്വസ്റ്റ്യൻ ഏതായിരുന്നു? സയൻസ്. സയൻസ് എടുത്തു കഴിഞ്ഞ് സി എക്ക് മാറുമ്പോൾ അത് ബുദ്ധിമുട്ടില്ല? അതൊരു എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? കുഴപ്പമില്ല ഞാൻ കേട്ടത്. ഇനിയിപ്പോൾ റിസൾട്ട് അനുകൂലമാണെങ്കിൽ എവിടെ അഡ്മിഷൻ എടുക്കുമോ? എടുക്കും. എന്താണ് ഈഗിൾസിനെ കുറിച്ച് അഭിപ്രായം? നല്ലതാന്ന് കേട്ടോണ്ടാണല്ലോ വന്നേ. റിസ്ക് എടുത്ത് അത്രയും ലോങ് ആയി വന്നതുകൊണ്ടാണ്. വേറെന്താ? ബാബു. എവിടെ എന്താണ് ചെയ്യുന്നത്? ഞാൻ ടീച്ചറാണ്. ഈഗിൾസിനെ കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചിട്ടുണ്ടോ? മോളെ എടുത്ത് ചാടും എന്ന് ഒരു പക്ഷേ എടുത്ത് ചാടിയതാണെന്ന് നോക്കാൻ വേണ്ടി ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അന്വേഷിച്ചിട്ടുണ്ടോ? അല്ലല്ല, മോളെ തീരുമാനത്തിന് വന്നാ ഈഗിൾസിനെ കുറിച്ച് അന്വേഷിച്ചു. നല്ല അഭിപ്രായമാണ്. അപ്പോൾ ഇനി അഡ്മിഷൻ എടുക്കാനുള്ളൊരു ക്വാളിഫൈഡ് ആണെങ്കിൽ അഡ്മിഷൻ എടുക്കും. കോയമ്പത്തൂർ. പ്ലസ് ടു എവിടെയായിരുന്നു? പ്ലസ് ടു കോയമ്പത്തൂരിലായിരുന്നു. കൊമേഴ്സ് ആയിരുന്നു. എന്താണ് ഈ ഒരു സി എക്ക് ഒരു താല്പര്യം? പേഴ്സണൽ ഇൻട്രസ്റ്റ്. ഈഗിൾസ് തിരഞ്ഞെടുക്കാൻ കാരണം? നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്, നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തതാണ്. എങ്ങനെയാണ് ഈഗിൾസിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം എന്ന് വെച്ചാൽ മാർക്ക് കേരളത്തിൽ ബെസ്റ്റ് സ്കോർ ചെയ്തു ഫൗണ്ടേഷനിൽ നിന്ന് കേട്ടു. പിന്നെ ഇൻ്ററിലും കുട്ടികൾ നല്ല റിസൾട്ട് സ്കോർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് മനസ്സിലായപ്പോൾ മോൻ എന്തുകൊണ്ടും ആപ്റ്റായ ഒരു പ്ലേസാണ് ഈഗിൾസ് എന്ന് തോന്നുന്നു. അപ്പോൾ ഇനി അഡ്മിഷൻ എടുത്ത് ഇവിടെ റെസിഡൻഷ്യൽ ക്യാമ്പസാണ്. നന്നായിട്ട് ചെയ്ത് പോകാൻ തന്നെയാണ്. അതെ, നന്നായിട്ട് ഹാപ്പിയായിട്ട് പോകണം. ഇല്ല, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മക്കളുടെ തീരുമാനമാണ്. അതെ, തീർച്ചയായും. അതെ, തീർച്ചയായും. അതെ, തീർച്ചയായും. മൂത്തമോനാണോ? ഒരാളേ ഉള്ളൂ. ഏതായാലും നല്ലൊരു തീരുമാനമാകട്ടെ. ഈഗിൾസിൽ വന്നതും പഠിക്കാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും നേരിടും. നിമിനിക്കുളം, ചുണ്ടമ്പറ്റ, ജില്ല പാലക്കാട്. എന്താണ് സി എ തിരഞ്ഞെടുക്കുന്ന താല്പര്യം? മാത്സിനോട് കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ട് സി എക്ക് പോകാൻ വിചാരിച്ചു. എന്താണ് ഈഗിൾസിനെ കുറിച്ച് പറയുന്നത്? ഈഗിൾസ് എൻ്റെ ഒരു സാറ് മുന്നേ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ടീച്ചറായിട്ട്. അപ്പോൾ സാർ റെക്കമെൻഡ് ചെയ്തും പോന്നു. പിന്നെ അന്വേഷിച്ച് നോക്കിയപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട്. മാഡം എന്താണ് പറയാനുള്ളത്? എന്താണ് ഈഗിൾസ് തിരഞ്ഞെടുക്കാൻ അന്വേഷിച്ചപ്പോൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് പറഞ്ഞു. റെസിഡൻഷ്യൽ ക്യാമ്പസാണ്. കുറച്ച് സ്ട്രിക്റ്റ് ഒക്കെ എന്നൊക്കെ പറയുന്നത്. അതൊരു ബുദ്ധിമുട്ടാവും, പ്രത്യേകിച്ച് ഈ അതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ആവശ്യമാണല്ലേ? ആവശ്യമാണ്. ജിമ്മ് മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കിയൊന്നും പ്രശ്നമില്ല. ജിമ്മിന് സെപ്പറേറ്റ് സംവിധാനമൊക്കെ മാനേജ്മെൻറ്റ് കാണും അല്ലേ? അതൊരു ടെൻഷനേ അല്ല. ബാക്കിയുള്ളതൊക്കെ ഓക്കെ ആണല്ലോ. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു അഡ്മിഷൻ ക്വാളിഫൈ ആണെങ്കിൽ അഡ്മിഷൻ എടുക്കും. എടുക്കാനാണ്. തിരൂരിൽ നിന്ന്. പേരെന്താ? പേര് അഞ്ജന. എവിടെയായിരുന്നു പ്ലസ് ടു? എവിടെയായിരുന്നു? പ്ലസ് ടു ഭവൻസിൽ തിരുനാവായ. ഞാൻ സയൻസ് ആയിരുന്നു. സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ കൊമേഴ്സിലേക്ക് അല്ലെങ്കിൽ സി എയിലേക്ക് മാറുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള അക്കൗണ്ട് സെക്ഷൻ ലേശം പ്രശ്നം ഉണ്ടാവും എന്തായാലും. പക്ഷേ മാത്സ് ആണല്ലോ ഫൗണ്ടേഷനിൽ കൂടുതലും. ഫൗണ്ടേഷൻ കഴിയുമ്പോഴേക്കും എന്തായാലും റെഡി ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്ലസ് ടു തന്നെ. ഞാൻ പ്ലസ് 1 എടുത്തതിന് ശേഷമാണ് സി എനെ പറ്റിയിട്ട് കൂടുതൽ അറിഞ്ഞത്. അപ്പം അതിന് ശേഷമാണ് സി എ എടുക്കണം എന്നുള്ളൊരിത് വന്നത്. അപ്പോൾ പിന്നെ പിന്നീട് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് പിന്നെ കണ്ടിന്യൂ ചെയ്തോന്നുള്ളൂ സയൻസ്. എന്താണ് സി എടുത്തുള്ള ഗുണം? എന്താണ്? അങ്ങനെയല്ല, മറ്റുള്ളവർക്ക് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. അല്ല, സി എ എനിക്ക് തോന്നിയത് എനിക്ക് സിയോട് അക്കൗണ്ട് സെക്ഷനോട് താല്പര്യമുണ്ട്. പോരാത്തിന് അച്ഛൻ സി എയോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അപ്പം അച്ഛൻ്റെ അടുത്ത് മോട്ടിവേഷൻ കിട്ടിയപ്പോൾ ഞാൻ വെറുതെ സി എനെ പറ്റി നോക്കിയപ്പോൾ സി എ സാലറി കൂടുതലാണ്. പോരാത്തിന് നമുക്ക് പരമാവധി കിട്ടുമല്ലോ ആ രീതിക്ക് വെറുതെ. അല്ലാതെ അച്ഛൻ്റെ നിർബന്ധമൊന്നുമല്ല. അല്ലല്ല, എൻ്റെതായ താല്പര്യപ്രകാരം ഞാൻ എടുത്തതാണ്. പിന്നെ എങ്ങനെയാണ് ഈ തിരൂരിൽ നിന്ന് ഈ ഈഗിൾസിൽ എത്തുന്നത്? ഈഗിൾസ് എനിക്ക് ഒരു ചേച്ചി സി എ കഴിഞ്ഞ് ഇറങ്ങിയിരുന്നു. ഒരു ചേട്ടന് ഇപ്പോൾ ഇൻ്റർ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഫൗണ്ടേഷൻ കഴിഞ്ഞ്. അപ്പോൾ അവർ രണ്ടുപേരും സജസ്റ്റ് ചെയ്തൊരു സ്ഥലമാണ് ഈഗിൾസ്. അപ്പോൾ ഞാൻ അത് വെച്ച് നോക്കിയപ്പോൾ രണ്ടുപേരും പറഞ്ഞു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ കയറിയെന്നുള്ളൂ. അപ്പോൾ ഇന്ന് അഡ്മിഷൻ എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കും? ഞാൻ എടുക്കും. അമ്മേ, മോളുടെ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. എന്താണ് സപ്പോർട്ടിങ്? സപ്പോർട്ട് ചെയ്യണം.
ഈഗിൾസിനെ കുറിച്ച് നല്ല സ്ഥാപനമായി തോന്നുന്നുണ്ട്. അതെ അതെ, കുറേ ആളുകൾ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് വരികയാണ്, അത്രയേ ഉള്ളൂ അറിവ്. ആ, മൂത്ത മോൻ 5ലാണ്. സാറിൻ്റെ ഒരു ആ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ആ ഒരു അതുകൊണ്ടാണ് മോളെ CA തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറയുന്നത്. അവൾക്കും കൂടി താല്പര്യം ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഒക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ ഇരിക്കട്ടെ. ഈഗിൾസിനെ കുറിച്ച് എന്താ പറയുക? ഈഗിൾസ് നല്ല അഭിപ്രായമാണ്. മേലാറ്റൂരിൽ നിന്നും മലപ്പുറം ജില്ലയുടെ ഒരു എൻഡാണ് മേലാറ്റൂർ അല്ലേ? അപ്പോൾ അവിടെ നിന്ന് ഈഗിൾസിലേക്ക് വരാനൊരു കാരണം ഈഗിൾസിനെ അത് കുട്ടികൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് ആര് തീരുമാനിച്ചാണ്. കുട്ടീൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ നന്നായിട്ട് അന്വേഷിച്ചു. അന്വേഷിച്ചിരുന്നു. മോളാണോ? മാനാണ്. അപ്പോൾ CA അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ എടുക്കും ഇൻഷാ അല്ലാ. ആണോ? പേര്? ബേനസീർ. മോൻ്റെ പേരോ? മാസിൻ. അവൻ BCom എവിടെയായിരുന്നു? വെള്ളിയഞ്ചേരി സയൻസിന് പഠിച്ചിരുന്നു. പ്ലസ് ടു ഏതായിരുന്നു? കൊമേഴ്സ്. സയൻസ്. അപ്പോൾ അത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? കാരണം കൊമേഴ്സ്. ഇല്ല, അവൻ്റെ തീരുമാനത്തിൽ വന്നതാണ്. അപ്പോൾ പിന്നെ അവന് സ്ട്രഗിൾ ചെയ്യുന്നുള്ളത്. ഓക്കെ, താങ്ക് യു. മോൾ സാർ എവിടെ? ഞാൻ കാസർഗോഡ് നിന്നാണ്. മോനാണ്? മകളാണ്. ഏതായിരുന്നു പ്ലസ് ടു? കോമേഴ്സ് സയൻസാണ്. എന്താണ് ഈഗിൾസിനെ കുറിച്ച് പറയുന്നത്? ഈഗിൾസ് മകൾ സെലക്ട് ചെയ്തതാണ് സ്ഥാപനം. അപ്പോൾ ഞാനതിനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കിയപ്പോൾ നല്ലതാണ് മനസ്സിലായി. അതിന് ഇവിടെയുള്ള ആൾക്കാരും എൻ്റെ കൂട്ടുകാരും ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ചോദിച്ചപ്പോൾ നല്ലതാണെന്ന് അഭിപ്രായം. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. അഡ്മിഷൻ എടുത്ത് പോകും. അത്രയേ ഉള്ളൂ. അഡ്മിഷൻ എടുത്ത്. ഓക്കെ. തൃശ്ശൂർ. ഷാഹിം. എന്താണ് CA താല്പര്യപ്പെട്ട് വന്നത് തന്നെയാണോ? ആ, എന്താണ് ഈഗിൾസിനെ കുറിച്ച് പറയാനുള്ളത്? നല്ല വിജയശതമാനം നല്ലതാണ് വന്നു. എങ്ങനെയാണ് ഈ ഈഗിൾസിൻ്റെ ഒരു സെലക്ഷൻ എങ്ങനെയായിരുന്നു? തൃശ്ശൂരിൽ നമ്മുടെ വരാൻ? നമ്മൾ യൂട്യൂബിൽ സെലക്ട് ചെയ്തപ്പോൾ പിന്നെ അതങ്ങനെ ഇറങ്ങതാ. അപ്പോൾ ഇവിടെ റെസിഡൻഷ്യൽ ക്യാമ്പസാണ്, കുറച്ച് സ്ട്രിക്റ്റ് ഒക്കെയാണ്. അത് ആ രീതിയിൽ തന്നെയാണ് വേണ്ടത്. കുഴപ്പമില്ല, അത് സമ്മതിച്ചിട്ടാണ്. ഓക്കെ. എന്താണ് CA നല്ല താല്പര്യം ഇൻട്രസ്റ്റ് എടുത്ത് വന്നത്? അതെ, താല്പര്യം. ആളെ താല്പര്യം തന്നെയാണ്. ആര്യ സോമൻ. ഇടുക്കിയിൽ നിന്നും വളാഞ്ചേരി വന്ന് എൻട്രൻസ് എഴുതുന്നു. CA ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതെ അതെ, എൻ്റെ +1 തൊട്ട് എനിക്ക് CAക്ക് പോകണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ കൊമേഴ്സ് കോഴ്സ് എടുത്തങ്ങനെ നല്ല മാർക്കോടുകൂടി തന്നെ പാസ്സൊക്കെ ആയി. ഇനിയിപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് CA. അപ്പം ഒരുപാട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെക്കുറിച്ചൊക്കെ അറിഞ്ഞെങ്കിലും ഈഗിൾസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ബാക്കിയുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒരുപാട് പ്രൊമോഷൻസും കോളും ഒക്കെ ചെയ്തു. പക്ഷേ ഈ ഈഗിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ ഞാൻ തപ്പി കണ്ടുപിടിച്ചതാണ്. അപ്പോൾ എനിക്ക് ഇല്ല ഞാൻ ഈ കോഴ്സ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് എന്നെ ഒരുപാട് തപ്പി കണ്ടുപിടിച്ച്. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഈ റിലേറ്റീവ്സൊക്കെ ഇവിടെ തന്നെ പഠിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഒപ്പീനിയൻ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ഈഗിൾസ് തന്നെ ആയിരിക്കുമെന്ന്. കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നന്നായിട്ട് എല്ലാം എഴുതാൻ പറ്റി. അഡ്മിഷൻ എടുത്തേ പോകും. എടുത്തേ പോവുള്ളൂ. എല്ലാവരും പറയാറുണ്ട് CA ഒരു ഇൻട്രസ്റ്റിംഗ് ആവാൻ കാരണം അതിൻ്റെ ആ ഒരു ജോബിൻ്റെ ഒരു സാധ്യതകളൊക്കെ തന്നെയാണ്. അതെ അതെ, എനിക്ക് തോന്നുന്നു CAനെ അത് ഏറ്റവും സ്പെഷ്യലായിട്ട് നിർത്തുന്നത് എല്ലാവർക്കും ഒന്നും ഭയങ്കര എളുപ്പം നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. അതിന് അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ അതാണെന്ന് തോന്നുന്നു അതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതെ അതെ, പാസ്സായി കഴിഞ്ഞാൽ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സ്ഥാപനം വേണം. ഈഗിൾസിനെ പോലെയുള്ള ഒരു സ്ഥാപനം ഉണ്ടെങ്കിലേ രക്ഷപ്പെടാൻ പറ്റും. അതെ അതെ, ഈഗിൾസിൻ്റെ ആ ഒരു ഡെയിലി റൊട്ടീൻ എനിക്ക് തോന്നുന്നു CA പോലെയുള്ള ഒരു കോഴ്സിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഒന്നാമത്തെ കാര്യം ഫോണ് നമ്മൾ കീപാഡ് ഫോണാണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മുടെ ഈ കോഴ്സിന് ആ ഒരു ട്രാക്ക് വിട്ടു പോകാതെ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ. നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ഈ ഇന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ ഈ ഒരു മൊബൈലൊന്നും ഇല്ലാതെ കുട്ടികൾ ജീവിക്കാൻ കഴിയില്ലാത്ത സാഹചര്യമാണ്. പക്ഷേ ഇങ്ങനെയുള്ള ക്യാമ്പസ് അവളതെല്ലാം ഉൾക്കൊണ്ട് പോകും. മൊബൈൽ ഇല്ലെങ്കിലും അവളുടെ ലക്ഷ്യത്തിലെത്തണമെന്ന് അവളുടെ ആഗ്രഹമാണ്. അതുകൊണ്ട് അമ്മയുടെ അച്ഛൻ്റെയും വല്യമ്മയുടെയും ഞങ്ങളുടെ ഫാമിലി ഫുൾ സപ്പോർട്ട്. ഇന്നലെ രാത്രി വന്നു. ഇന്നലെ ഞങ്ങൾ രാവിലെ പുറപ്പെട്ടിട്ട് ഇവിടെ 5:30 എണീറ്റപ്പം 7 മണിക്ക് വന്നിട്ട് രാവിലെ 7:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. പിന്നെ വൈകുന്നേരമായി എത്തിയപ്പോൾ പിന്നെ ഇവിടെ സ്റ്റേ ചെയ്തു. അങ്ങനെ രാവിലെ തന്നെ എത്തി. എക്സാമൊക്കെ നന്നായിട്ട് ചെയ്തു. അപ്പോൾ ഇനി റെസിഡൻഷ്യൽ ക്യാമ്പസാണ്. അതിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളും അനുസരിച്ച് കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ നല്ലൊരു എഫേർട്ട് എടുത്ത് മുന്നേറാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എനിക്കിതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇത് നേടിയെടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് ഇത്രയും ദൂരം നമ്മൾ വന്നതും ഒക്കെ. അപ്പോൾ നല്ല രീതിക്ക് എഫോർട്ട് ഇടാൻ പറ്റുമെന്നും നല്ലൊരു റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടുമെന്നും ഞാൻ വിചാരിക്കുന്നു. എളുപ്പമായിരുന്നു, എന്നാലും അക്കൗണ്ടൻസി ഇത്തിരി പ്രശ്നമായിരുന്നു. എവിടെ നിന്ന് വരുന്നു? ഞാൻ പെരുമ്പാവൂർ.
പെരുമ്പാവൂർ എറണാകുളം ജില്ല. പേരെന്താ? അതിനാൽ +2 ഏതായിരുന്നു? കൊമേഴ്സ്. +2 കൊമേഴ്സ് സാർ. ഈഗിൾസിനെ കുറിച്ച് കേട്ടിരുന്നോ? ഉമ്മ പറഞ്ഞിട്ടുണ്ട്, നല്ല കോളേജാണ്, നല്ല സ്കോപ്പ് ഉണ്ട്, പാസ്സാവും. ഇവിടെ വന്നപ്പോൾ എന്ത് തോന്നി? എക്സാമൊക്കെ എഴുതിയപ്പോൾ അഡ്മിഷൻ എടുക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? ഉണ്ട്. റെസിഡൻഷ്യൽ ക്യാമ്പസാണ്, ആ ഒരു അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ. അത് അറിഞ്ഞിട്ടാണ് തന്നെ. ഉപ്പ് ഫാദറാണ്. അതെ, അവന് മറ്റേ ഇപ്പോൾ +2-നൊക്കെ അത്യാവശ്യം ഒരു 85% മാർക്കുണ്ട്. അത്യാവശ്യം വീട്ടിലിരുന്ന് പഠിക്കാനൊക്കെ താല്പര്യമുള്ള ആളാണ്. പിന്നെ ഞാനവിടെ അന്വേഷിച്ചപ്പോഴേ ഈഗിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായമായിരുന്നു. ഇവരൊരു കസിൻ അവിടെ നമ്മുടെ അവിടെ ഒരു ഷോപ്പ് നടത്തുന്നുണ്ട്. പുള്ളിക്കാരനും കൂടി നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി. പിന്നെ ഞാൻ അതിനുശേഷം പല ഇതിലും യൂട്യൂബിലൊക്കെ അടിച്ച് കഴിയുമ്പോൾ നല്ലൊരു അഭിപ്രായമാണ് ഈഗിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇവനെ ബാംഗ്ലൂരിലെ ക്രൈസിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയിലാണ് നമ്മൾ അവസാനം വരെ ഇരുന്നത്. പിന്നീട് ഇതിനെപ്പറ്റി അറിഞ്ഞപ്പോൾ സ്വന്തം നാട്ടിൽ തന്നെ നിർത്താം, ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ അടുത്ത് ഉള്ളതിൻ്റെ പേരിൽ ഇവിടെ തന്നെ ആക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം പേയ്മെൻറ്റ് ഫസ്റ്റ് ഫീ അടച്ചിരുന്നു. പല രക്ഷിതാക്കളും പറഞ്ഞൊരു കാര്യം, ഈഗിൾസിൽ നിന്നും കോള് ആരെയും തേടി വരാറില്ല, ഈഗിൾസ് അങ്ങോട്ട് അത് 100%. ഞങ്ങൾ ഇവിടുത്തെ ഇവരെ വിളിച്ച് വിവരം ചോദിച്ചിട്ട് ഇവിടുന്ന് ഒരു കോള് പോലും നമ്മൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ തന്നെ വീട്ടിൽ വൈഫ് തന്നെ പറഞ്ഞു, ഇവരെന്താ നമുക്ക് ഒരു റിപ്ലൈ തരാതെ. ഞാൻ പറഞ്ഞു റിപ്ലൈ തരാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ കൂട്ടി അവർ അറിയിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കൂടുതൽ പറയാൻ അവർക്ക് അങ്ങനെയുള്ള കുട്ടികളോട് താല്പര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ എഫിഷ്യൻ്റായ കുട്ടികൾ മാത്രം സെലക്ട് ചെയ്തിട്ട് അവരെ എഡ്യൂക്കേഷൻ വളർത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളൊരു ബിസിനസ് ഒരു തന്ത്രം മാത്രമേ ഉള്ളൂ. ഇത് അങ്ങനെയല്ല എന്ന് തോന്നിയതിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വളരെ ഇപ്പോൾ ഇന്നത്തെ പുള്ളിക്കാരൻ്റെ സംസാരം 100% എൻ്റെ മനസ്സിൽ അത്ര ഹേർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പച്ചയായിട്ടുള്ളൊരു സംസാരം, അത് തന്നെ ഒരു 90% പിള്ളേരിലും ഈ രക്ഷിതാക്കൾ പകർത്താണെങ്കിൽ മക്കൾ തീർച്ചയായിട്ടും ഇവിടുന്ന് പഠിച്ച് വിജയിച്ച് പോരാൻ പറ്റുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം. എന്താ പറയുക, എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഓക്കെ, താങ്ക്സ്. കുഴപ്പമില്ലായിരുന്നു. എന്താണ് ഈഗിൾസിനെ കുറിച്ച്? നല്ല കോളേജാണ്, അന്വേഷിച്ചതാണ്. എൻ്റെ ഒരു കസിൻ ഇവിടെ പഠിച്ചതാണ് കഴിഞ്ഞ വർഷം പഠിച്ചിരുന്നത്. അത് പാസ്സായി, ഇവിടുന്ന് രണ്ടും ഇവിടുന്ന് പാസ്സായിട്ട് പോയത്. കോഴിക്കോട്. എക്സാം പേരെന്ന് ഷിഫ. ഇപ്പം തന്നെ ഇങ്ങനെ ഇതായി കഴിഞ്ഞാൽ ഒരു വലിയൊരു CA പഠിക്കാൻ പോകുന്ന ആളല്ലേ, സ്മാർട്ടാവും. അഡ്മിഷൻ എടുത്തേ പോകും. CA തിരഞ്ഞെടുക്കാൻ കാരണം എനിക്ക് ഇഷ്ടമായോണ്ട്. ആരൊക്കെയാണ് കൂടെ? ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്. എന്താണ് ഈഗിൾസിനെ കുറിച്ച്, എങ്ങനെയാണ് ഈഗിൾസിലേക്ക് എത്തിയത്? അവരുടെ താല്പര്യം ആരാണ് ഉപ്പാട് പറയായിരുന്നോ? ഞാൻ ഉപ്പാട് പറയായിരുന്നു ഈഗിൾസിനെ കുറിച്ച് നല്ലൊരു സ്ഥാപനമാണെന്ന് പറഞ്ഞ്. എന്താണ് ഈഗിൾസിനെ കുറിച്ച് നല്ല അഭിപ്രായം? അഡ്മിഷൻ എടുത്താണ് അഡ്മിഷൻ എടുക്കാനോ? അതെ. എങ്ങനെയുണ്ട് എക്സാമിന്? ആരെ കൂടാതെ? അമ്മ. അമ്മ എങ്ങനെയുണ്ട് എക്സാമൊക്കെ? കുഴപ്പമില്ലെന്നാ പറഞ്ഞേ. അപ്പോൾ കിട്ടുകയാണെങ്കിൽ അഡ്മിഷൻ എടുത്തേ പോകും. അഡ്മിഷൻ എടുത്തേ പോകും. ഏതായിരുന്നു +2 കൊമേഴ്സ്. എന്താണ് ഈഗിൾസിനെ കുറിച്ച്? ഈഗിൾസ് നല്ല സെന്റർ തന്നെ, അത് അറിഞ്ഞോണ്ട് തന്നെയാ വന്നത് ഇവിടെ. സെർച്ച് ചെയ്തിട്ട് തന്നെയാ വന്നത്. ട്രിവാൻഡ്രം. തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്ന് എക്സാമൊക്കെ എഴുതാൻ എന്താണ് ഈഗിൾസിൽ കണ്ട പ്രത്യേകത? ഈഗിൾസ് ആണ് ബെസ്റ്റ് എന്ന് തോന്നി, അതുകൊണ്ട് വന്നു. ബെസ്റ്റ് ഈഗിൾസ് ആണെന്ന് തോന്നി, അതുകൊണ്ട് വന്നു. ഇനി അഡ്മിഷനൊക്കെ എടുത്തേ പോകും? അഡ്മിഷനൊക്കെ എടുത്തിട്ടേ പോകും. ആരൊക്കെയാണ് കൂടെ? ആൻറ്റിയും അമ്മയും വന്നിട്ടുണ്ട്. നമ്മൾ 3 പേരും വന്നു. CA എടുക്കാനുള്ള കാരണം? CA എടുക്കാൻ വെറുതെ ഡിഗ്രിക്കൊന്നും പോയി സമയം കളയാതെ നല്ലൊരു കോഴ്സ് എടുത്ത് പെട്ടെന്ന് ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ആക്കാനൊക്കെ ഇതിലൂടെ സഹായിക്കും. അങ്ങനെ അത് CA എടുത്തു. ഈഗിൾസിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വിജയശതമാനം ഉള്ളത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ മോൾക്ക് ആഗ്രഹം ഇവിടെ ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. ഈഗിൾസിൽ മൊബൈലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, അതറിയാവുന്നതുകൊണ്ടാണ് ഇവിടെ തന്നെ വന്നത്. അത്ര സ്ട്രിക്റ്റ് ആണ്. റെസിഡൻഷ്യൽ ക്യാമ്പസ് ആയതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നല്ലതുപോലെ പറ്റും. അതൊക്കെ അല്ല, സയൻസ് ഗ്രൂപ്പായിരുന്നു. സയൻസ് ആയിരുന്നു. CA താല്പര്യം തോന്നാണ്. അതെ മോന് ഇൻട്രസ്റ്റിംഗ് ആണ്. അതെ, ഒരു 8th ക്ലാസ് മുതൽ ഫോളോ ചെയ്യുന്നുണ്ട് സാറിന്.
ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഇൻട്രസ്റ്റ് തന്നെയാണ് മെയിനായിട്ട്, മകൻ്റെ ഇൻട്രസ്റ്റ് 8th സ്റ്റാൻഡേർഡ് മുതൽ ഫോളോ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഫോളോ ചെയ്യുന്നുണ്ട്, ഈഗിൾസിനെ. എന്താണ് ഈഗിൾസിനെ കുറിച്ച് പറയുന്നത്? അതൊരു സിസ്റ്റം നമുക്കതൊരു ഭയങ്കര താല്പര്യമായിട്ടുണ്ട്. പിന്നെ അവരുടെ ആ ഒരു മെയിനായിട്ടുള്ള ആ ഒരു പഠിപ്പിക്കുന്ന രീതിയും കാര്യങ്ങളും എല്ലാം നമുക്ക് ആ വീഡിയോ കണ്ടതിൽ നിന്ന് താല്പര്യമായിട്ടുണ്ട്. ഈഗിൾസ് പഠിച്ച ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നുള്ളൊരു പ്രതീക്ഷയാണ്. പിന്നെ തീർച്ചയായിട്ടും ഓൺലൈൻ്റെ വല്ലാണ് നമ്മൾ വന്നതും. ഇന്ന് അഡ്മിഷനൊക്കെ എടുത്താണ് പോകുന്നത്? അതെ, ഇനിയിപ്പോൾ റിസൾട്ട് വന്നേലുള്ളൂ. അപ്പോൾ റിസൾട്ട് വന്നാൽ അനുസരിച്ചിട്ട് അഡ്മിഷൻ എടുക്കാം. എന്താണ് ഈഗിൾസ് അപ്പോൾ അവിടുത്തെ സ്റ്റാഫും നല്ലൊരു റെസിഡൻഷ്യൽ ക്യാമ്പസാണ്, അപ്പോൾ ഇവിടെ സ്ട്രിക്റ്റാണ്, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്? അതെ, തീർച്ചയായിട്ടും. അത് എന്നേക്കാളും ഉപരി മകൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനെപ്പറ്റി. പുള്ളി അതിനെ സപ്പോർട്ട്, നമ്മുടെ രക്ഷിതാവ് നിലയ്ക്ക് സപ്പോർട്ട് ചെയ്യും. അതെ, തീർച്ചയായിട്ടും. സാറിൻ്റെ പേര്? എൻ്റെ പേര് മുഹമ്മദ് സഗീർ. ഓക്കെ, താങ്ക് യു. പാലക്കാട്. +2 ഏതായിരുന്നു? കൊമേഴ്സ് ആയിരുന്നു. അതാണ് CA തിരഞ്ഞെടുക്കുന്നത്? 10th മുതൽ അതിനോടായിരുന്നു താല്പര്യം. അതിനോട് താല്പര്യം വരാൻ ഈ എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ, നല്ല കോഴ്സാണ്, അതിൽ ജോബ്, നല്ല സാലറി കിട്ടും, അതാണ് പ്രധാനം. അത് പ്രധാനമാണ്, പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താണ് ഈഗിൾസ് എക്സാമൊക്കെ ഇങ്ങനെ വന്ന് എഴുതി നന്നായിട്ട്? കുഴപ്പമില്ലായിരുന്നു, പഠിച്ച കാര്യങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ എന്താണ് ഈഗിൾസിനെ പറ്റി പറയുന്നത്? ഈഗിൾസ് പാലക്കാട് നിന്ന് ഇവിടെ വന്ന് ഈഗിൾസ് സെലക്ട് ചെയ്യാനുള്ള കാരണം? ലത്തീഫ് സാറിൻ്റെ മോട്ടിവേഷൻ അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത്. പിന്നെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അന്വേഷിച്ചപ്പോൾ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് തോന്നി. ഖദീജ, കാസർഗോഡ്. ഈ കാസർഗോഡ് നിന്ന് ഇവിടെ വന്ന് ഈഗിൾസ് വരാൻ കാരണം എന്താ? അത് ലൈക്ക് നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ പണ്ട് ലത്തീഫ് സാറിന് ഒരു ഇൻ്റർവ്യൂ കണ്ടത്, അതിലാണ് ഈഗിൾസിനെ പറ്റി അറിയാൻ തുടങ്ങിയത്. പിന്നെ ഇൻസ്റ്റായിൽ ഫോളോ ചെയ്ത് അങ്ങനെ ഇത് ഇവിടുത്തെ നേച്ചറൊക്കെ അറിഞ്ഞ്. അപ്പോൾ പാരൻസിന് കുറച്ച് സ്ട്രിക്റ്റിൻ്റെ അടുത്ത് തന്നെ പഠിപ്പിക്കണം, പാസിംഗ് പെർസെൻറ്റേജ് കൂടുതൽ പഠിപ്പിക്കണം ഉണ്ടായിന്. അപ്പോൾ അങ്ങനെ ഇടത്തേക്ക് വന്നത്. മലപ്പുറത്തുകാർക്ക് ഈ കാസർഗോഡ് ഭാഷകൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ലത്തീഫ് സാറെ കുറിച്ച് എന്താ പറയാനുള്ളത്? ക്ലാസ് കേൾക്കാൻ ആഗ്രഹമുണ്ട് സാറിൻ്റെ, ലൈക്ക് ഫോൺ ത്രൂ മാത്രമല്ല കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നു +2 ഏതായിരുന്നു? കൊമേഴ്സ്. CA എടുക്കാനൊരു കാര്യം എന്താ? അങ്ങനല്ല, ഫസ്റ്റ് എല്ലാവരും ഇപ്പോൾ എന്ത് പഠിക്കുന്ന ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ, ലൈക്ക് അത് പണ്ടേ ഉള്ളൊരു കോഴ്സാണ്. അപ്പോൾ CA അറിയാൻ തുടങ്ങി ഞാൻ 5th പഠിക്കുമ്പോഴാണ്. അതിന് പിന്നെ അപ്പോൾ വലിയ വീഡിയോസ് ഒന്നുമില്ല യൂട്യൂബിൽ. പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് 7th പഠിക്കുമ്പോഴാണ് CA ആണോ എന്നുള്ളതുള്ളത്. അങ്ങനെ തന്നെയാണ് കൊമേഴ്സ് എടുത്തത്. അപ്പോൾ എല്ലാവരും എതിർത്തിന്, എന്തിന് കൊമേഴ്സ് എടുക്കുന്ന, CA അങ്ങനെ പെട്ടെന്ന് കയ്യല്ല, കൊമേഴ്സിന് വാല്യൂ ഇല്ല. പക്ഷേ ലൈക്ക് കളിയാക്കൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കണമല്ലോ, അതിനാണ്. അപ്പോൾ CA എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ജോബൊക്കെ നന്നായിട്ട് കിട്ടി, അതൊക്കെ നല്ല പ്രൊഫഷനായിട്ട് കൊണ്ടുനടക്കാൻ കഴിയുന്നുള്ള പ്രതീക്ഷയാണല്ലോ. ഇൻഷാ അല്ലാഹ് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് ഈഗിൾസിൽ കൂടിയത്. ഇതിൻ്റെ റിവ്യൂസ് കാണാറുണ്ടായിരുന്നു? കാണാറുണ്ടായിരുന്നു. ഈഗിൾസിനെ കുറിച്ച് നല്ല അറിയാം. അതുകൊണ്ടുള്ള കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് വന്നു. അതെ, കാസർഗോഡ് കണ്ണൂരൊക്കെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവരൊക്കെ കോൾ ചെയ്യുന്നുണ്ട്. ദൂരം പോകണ്ട, ലൈക്ക് അടുത്ത് തന്നെ ആകുമ്പോൾ നമുക്ക് ലൈക്ക് ട്രാവൽ ചെയ്യാം, വീട്ടിലേക്ക് എപ്പം വരാം. പക്ഷെ നമുക്ക് വേണ്ടത് പാസ്സാണല്ലോ വേണ്ടത്, പെട്ടെന്ന് തന്നെ CA ക്രാക്ക് ചെയ്യണം. അതുകൊണ്ടാണ്. പക്ഷേ ഈഗിൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, മൊബൈൽ ഉപയോഗിക്കാൻ കഴിയില്ല, റെസിഡൻഷ്യൽ ക്യാമ്പസാണ്, അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും. നമുക്ക് ഫോണിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഡിസ്ട്രാക്ഷനാണ് മൊബൈൽ. ഞാൻ വിചാരിച്ചാൽ മൊബൈലില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനൊരു NSS വോളണ്ടിയറാണ്. അപ്പോൾ NSS ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നു 7 days. അപ്പോൾ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് മൊബൈലിലാണ് ലൈഫ് ഏറ്റവും ബ്യൂട്ടിഫുൾ. നമ്മൾ ആൾക്കാരായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത്, പുതിയ പുതിയ ഐഡിയാസ് വരുന്നത്. മൊബൈൽ ഉണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ നോക്കും, ChatGPTയിൽ നോക്കും. പക്ഷെ അതില്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഐഡിയാസ് ഉണ്ടാക്കാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്കതിൽ ക്യാപ്പബിൾ ആണെന്ന് അത് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് ചൂസ് ചെയ്യുക. ഇപ്പോൾ എല്ലാവരും പറയും മൊബൈലിൽ എനിക്ക് ജീവിക്കാൻ കഴിയും, ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇല്ലാതെ. അപ്പോൾ അത് ജീവിക്കാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ്. കുഴപ്പമില്ലായിരുന്നു. എന്താ അഡ്മിഷൻ കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ അടുത്തേ പോകും. അതെ. എന്താണ് ഈഗിൾസിനെ കുറിച്ച് പറയുന്നത്? ഈഗിൾസ് CAക്ക് നല്ല ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് CA സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഞാൻ ചാരിങ്കാവ് ഞങ്ങളുടെ സ്കൂളിൽ തന്നെയായിരുന്നു. അല്ല, സയൻസ് ആയിരുന്നു. സയൻസ് എടുത്ത് കൊമേഴ്സിലേക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. പക്ഷേ എന്താ ഈഗിൾസ് ഒപ്പം നിൽക്കുന്നുള്ളൊരു ഗ്യാരണ്ടിയിൽ അങ്ങനെ എടുക്കുകയാണ്. ഗാർഡിയനാണ്. എന്താണ് ഈഗിൾസിനെ കുറിച്ച്? വളരെ നല്ല അഭിപ്രായങ്ങളാണ് ഞങ്ങൾ പുറത്തുനിന്ന് കേട്ടറിഞ്ഞതിൽ വെച്ച് മലബാർ മേഖലയിൽ നല്ലൊരു അഭിപ്രായമാണ് ഈഗിളിനെ സംബന്ധിച്ച്. അപ്പോൾ ഈഗിൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതെ, ഉപയോഗിക്കാൻ കഴിയില്ല. CAക്ക് അതല്ലേ വേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നല്ലൊരു
സ്റ്റഡി ആയിട്ട് മാറും ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്. വളരെ സന്തോഷം. എറണാകുളത്ത് നിന്ന് ഇവിടെ വന്ന് എൻട്രൻസ് എഴുതി CA ഇവിടെ അഡ്മിഷൻ എടുക്കാനുള്ള കാരണം? ഇവിടെ ഫോൺ അലൗഡ് അല്ല ഫസ്റ്റ് കാര്യം. പിന്നെ ഇവിടെ സാറുമാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഒരു ഇത് വീട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. അല്ല നമ്മ ഇത് എല്ലാം നോക്കിയിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ സി ഇൻട്രസ്റ്റ് ആയിട്ട് വന്നു. +2 കൊമേഴ്സ്. അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ എടുത്തേ മാത്രമേ ഉള്ളൂ. എന്താണ് ഈഗിൾസ് ലത്തീഫ് സാറിനെ കുറിച്ചൊക്കെ കേട്ടിരുന്നത്? പിന്നെ കുറേ കേട്ടിരുന്നു, പക്ഷേ കറക്റ്റ് അങ്ങനെ വ്യക്തമായിട്ടൊന്നും കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. പിന്നെ സ്ട്രിക്റ്റും ആ ഒരു മൊബൈൽ ഉപയോഗിക്കാൻ പറ്റാത്ത റെസിഡൻഷ്യൽ ക്യാമ്പസിൻ്റെ അന്തരീക്ഷം ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അതന്നെ ഫോൺ അഡിക്ഷനൊക്കെ മാറുമല്ലോ ഇപ്പോൾ. അയാൾക്ക് അത് കാരണം ഇങ്ങോട്ട് വന്നു. അതൊക്കെ അല്ലേ ഇന്നത്തെ തലമുറയ്ക്ക് അങ്ങനെ പറയണമെങ്കിൽ വലിയൊരു കാര്യമാണ് അല്ലേ? പിന്നില്ലേ, നല്ലൊരു കാര്യമല്ലേ. എന്താ വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ യൂസിങ് ഇല്ല, അതേമാതിരി റഫായ കാര്യങ്ങൾ എല്ലാത്തിനും ഭയങ്കര റഫായിട്ടുള്ള ഇതാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴും നല്ല അഭിപ്രായമാണ്. ഞാനിവിടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യാനാണ്. ഞാനൊരു സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യാനാണ്. നമ്മുടെ അവിടെയുള്ള സാർമാരോടാണെങ്കിലും നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെയൊക്കെ തീരുമാനം നല്ല അഭിപ്രായമാണ്. അതുകൊണ്ട് മാത്രമാണ് മോനെ ഇതിലേക്ക് ആഡ് ചെയ്യാനും കാണിച്ചു. ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, എറണാകുളത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു ഹബ്ബാണ്. അവിടെ നിന്ന് ഇവിടെ വരണമെങ്കിൽ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും. ക്വാളിറ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായം ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്ന് ഇപ്പോൾ ഇത് എൻ്റെ മോനെയും കൊണ്ട് ഇവിടെ തന്നെ അഡ്മിഷൻ എടുക്കണം എന്നുള്ള ഇതിൽ വന്നേക്കുന്നത്. ഇവിടെ വന്ന് എൻട്രൻസ് ഒക്കെ എഴുതി എന്താണ് ഈഗിൾസ് എത്ര വലിയ സ്ഥാപനമാണ്? റെസിഡൻഷ്യൽ ക്യാമ്പസ് അല്ലേ, അതുകൊണ്ട് ഈസി ആയിരുന്നു. അഡ്മിഷൻ എടുത്തിട്ടേ പോകും. ഈഗിൾസ് ഒരു അടിപൊളി സ്ഥാപനമാണ്. പിന്നെ റെസിഡൻഷ്യൽ ക്യാമ്പസാണ്, നല്ല റിസൾട്ട് ഉണ്ട്. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, മൊബൈൽ ഉപയോഗിക്കുന്നത്. അത് കുഴപ്പമില്ല, അതുകൊണ്ടാണ് വന്നത് ഇവിടെ. സാറേ, ഈ കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ ഈ ഒരു രീതിയിൽ പറയണമെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. ഫാദറാണ് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് പറഞ്ഞ കാര്യം തന്നെ ഈ ഈഗിൾസിന് മാനേജ്മെൻറ്റും കുട്ടികളെ റിസൾട്ടും എല്ലാം അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഒരു 2 വർഷം കൊണ്ട് മോളെ വരെ അച്ചീവാണ് ഇവിടെ വന്ന് പഠിക്കണമെന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് വന്നത് തന്നെ. KTCT. കൊമേഴ്സ് ആയിരുന്നു. എന്താ CAൻ്റെ പ്രത്യേകത? എന്താ CA ഒരു റെസ്പെക്റ്റ്ഫുൾ ജോബാണ്. സൊസൈറ്റിയിലൊക്കെ നല്ല റെസ്പെക്റ്റ്ഫുൾ, അതുകൊണ്ടാണ്. എല്ലാം കാശും ക്യാഷ് എല്ലാവരും കുറേ കുട്ടികൾ പറഞ്ഞത് പ്രൊഫഷനാണ്. അപ്പോൾ ആദ്യം അവർ പറയുന്നത് അതാണ്, എല്ലാം വേണം, അതും വേണമല്ലോ അല്ലേ? തീർച്ചയായും. എന്താണ് ഉമ്മ എന്താ പറയാനുള്ളത്? ഇല്ല, ഒന്നും പറയാം. മോളെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാകും. കൂടെ ഉണ്ടാകും. ഉമ്മാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അതെ. മൂത്ത മോളാണോ? അപ്പോൾ അവരുടെയൊക്കെ ഒരു പിന്തുണയോട് കൂടി ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ എക്സാമൊക്കെ എങ്ങനെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ള പ്രതീക്ഷയാണ്? എങ്ങനെയാണ്? തീർച്ചയായും ഒരു പ്രിപ്പയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. തീർച്ചയായും നല്ല പെർഫോം ചെയ്യുന്നുള്ള. കണ്ണൂരിൽ നിന്ന് ഇവിടെ വരാൻ ഈഗിൾസിൻ്റെ ഒരു ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, മേൽമറിഞ്ഞത് കൊണ്ട് തന്നെയാണ്. തീർച്ചയായും നമ്മുടെ റെക്കമെൻഡ് നമ്മുടെ ഒരു സുഹൃത്ത് വഴി ഇങ്ങനെ ഒരു ഇത് കിട്ടി. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിതിനെപ്പറ്റി സെർച്ച് ചെയ്തപ്പോൾ നല്ലൊരു റിസൾട്ടാണ് വന്നത്. ഞാനൊരു ടീച്ചറാണ്, കോമേഴ്സ് ടീച്ചറാണ്. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് 1-2 പേര് ഇവിടുന്ന് പാസ്സായിട്ടുണ്ട്. ഫൗണ്ടേഷൻ ഇവിടുന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഇതാണ്. വേറെ അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അവർ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ ജോയിൻ ചെയ്യാന്നുള്ളൊരു. ഏതായാലും ഇവിടെ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ അഡ്മിഷൻ എടുക്കും. ഈ CA താല്പര്യപ്പെട്ട് പഠിക്കാൻ തോന്നുന്നു. അതെ. ടീച്ചറായതുകൊണ്ട് പക്ഷേ അത് അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി. വയലത്തൂർ എന്ന സ്ഥലമാണ്. എന്താണ് CA എടുക്കാനുള്ളൊരു താല്പര്യം? CA എടുക്കാൻ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മോൾക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആണ്. അവളെ തീരുമാനമാണ്. അവൾക്ക് ഇത് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്തു. ഈഗിൾസിനെ പറ്റിയിട്ട് ഇപ്പോൾ കൂടുതലായിട്ട് ഞാൻ യൂട്യൂബിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ പഠിച്ചിട്ടുള്ള ഒരുപാട് കുറച്ച് കുട്ടികളുണ്ട് അവളെ ഫ്രണ്ട്സുകളായിട്ട്. അവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ട് വന്നതാണ്. നല്ല അഭിപ്രായമാണ്. ഞങ്ങൾ അന്വേഷിച്ചൊക്കെ കേട്ടത് എല്ലാം കൊണ്ടും. ഈഗിൾസിൽ ആക്കി ഞങ്ങൾക്കും നല്ലൊരു വിശ്വാസം. ഇപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞല്ലോ, സാറ് സംസാരിച്ചു. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞു മനസ്സിലാക്കി. വിശ്വാസം CA താല്പര്യം മോളുടെ വൈബാണ്, മോളുടെ താല്പര്യത്തിൽ തന്നെ
മോൾക്ക് താല്പര്യം സി എ എന്ന് തന്നെ പറയണത്. അപ്പം അങ്ങനെയാണ് ഈഗിൾസിനെ പറ്റി അവൾ തന്നെയാണ് യൂട്യൂബിലെടുത്ത് കാണിച്ചു തന്നത്. ഇങ്ങനൊരു കോളേജുണ്ട് നമുക്ക് വളാഞ്ചേരിയിൽ. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ നല്ല അഭിപ്രായമാണ് ഒരുപാട് ഭാഗത്തു നിന്ന് കിട്ടിയത്. കേരളത്തിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനമായി ഈഗിൾസ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തെളിവാണല്ലോ ഈ കാണുന്നതൊക്കെ. ഇന്ന് ഇത്രയും പേര് പല ഭാഗത്തും വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് ഹാളിൽ ഇരിക്കുമ്പോൾ തന്നെ വയനാട്ടിൽ നിന്നാണ് ഒരു ടീം ഞങ്ങളടുത്തിരുന്നായിരുന്നത്. കാസർഗോഡ് നിന്നുള്ള ആൾക്കാരുണ്ട്. ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് രക്ഷിതാക്കളുണ്ട്. പാരൻസ് ഒരുപാട് വന്ന് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതൊക്കെ അറിഞ്ഞു. എല്ലാവരും യൂട്യൂബിലൂടെയാണ് അറിഞ്ഞു വന്നവരാണ്. അവരോട് ഞങ്ങളും ചോദിച്ചു. അപ്പോൾ റിവ്യൂ കണ്ടുനോക്കുമ്പോൾ എല്ലാവരും അഭിപ്രായം പോസിറ്റീവ് അഭിപ്രായമാണ്. നല്ല അഭിപ്രായം. മോൾക്കൂടെ അഡ്മിഷൻ കിട്ടിയാൽ എടുക്കും. പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പ്ലസ് ടു എവിടെയായിരുന്നു മോൾ പഠിച്ചത്? പ്ലസ് ടു പ്ലാപ്പറ്റ. പ്ലസ് ഞാനിങ്ങനെ ഒരുപാട് സ്ഥലത്ത് സെർച്ച് ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും ഏകദേശം 1 വർഷത്തോളമായി ഈ ഒരു പ്ലാനുമായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തു. അപ്പോൾ അതിൽ പല സ്ഥലത്തുനിന്നും ഞാൻ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തു. പിന്നെ ഈഗിൾസിൽ ഞാൻ പിന്നെ അത് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ലത്തീഫ് സാറിൻ്റെ കുറേ ഇതൊക്കെ കണ്ടു. അതെനിക്ക് ഒന്നുകൂടി അത് മാത്രമല്ല ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇങ്ങോട്ട് അവർ കോൺടാക്ട് ചെയ്യുന്നില്ല. മറ്റുള്ള സ്ഥാപനം എന്നാലും പറഞ്ഞാൽ അങ്ങനെ വന്നോളൂ, കുട്ടിയെ പെട്ടെന്ന് ചേർത്തോളൂ, അത് ഓഫറുണ്ട്, ഇത്ര ഡിസ്കൗണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് അത് കോൺടാക്ട് ചെയ്യാതിരിക്കുമ്പോൾ അതിലൊരു ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതാണ് മെയിൻ കാരണം. പിന്നെ അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത് ഒന്നും കൂടി ജെന്യുവനാണെന്ന് മനസ്സിലായി. ഇവിടുന്ന് പോയ സ്റ്റുഡൻസിനോടൊക്കെ ചോദിച്ചപ്പോൾ. പിന്നെ എക്സാം എഴുതി ഇനി ഓട്ടോമാറ്റിക് എക്സാമിൽ റിസൾട്ട് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ എടുക്കും. ഇന്ന് തന്നെ അഡ്മിഷൻ എടുക്കാൻ ആ പ്രിപ്പറേഷൻ കൂടി ഇട്ടാണ് വന്നത്. പക്ഷേ ഈഗിൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഭയങ്കര ടഫ്, എന്താ പറയുക, നന്നായി പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അതിനൊക്കെ തയ്യാറാണല്ലോ അല്ലേ? അതെ, മോളോട് അതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മോൾ അതിനൊക്കെ ഓക്കെയാണ്. എങ്ങനെയെങ്കിലും ഈ CA എന്നുള്ള ഒന്ന് പേരിൻ്റെ ആദ്യത്തിൽ വരണമെന്നുള്ള ഒരു ആഗ്രഹമാണ് ഇപ്പോൾ ഉള്ളത്. കേരളത്തിലെ നമ്പർ 1 സ്ഥാപനമായി ഈഗിൾസ് മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ അങ്ങനെ കരുതുന്നുണ്ട്. കുട്ടി ചെറുപ്പം മുതലേ പഠിക്കും, കാര്യമായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അവൾക്ക് താല്പര്യം ഇതിനോട് ചെയ്യണം. അഡ്മിഷൻ എൻട്രൻസിൽ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കും. അതിനൊരു മുൻകരുതലായിട്ട് തന്നെ വന്നിക്കണം. കിട്ടാനും ചാൻസ് കൂടുതലുണ്ടെന്ന് അവൾ വരുമ്പോൾ തന്നെ പറയുകയും ചെയ്തു. പരപ്പനങ്ങാടി മോനാണ്. CA താല്പര്യം ആദ്യം ഇഷ്ടമാണ്. പിന്നെ അക്കൗണ്ടൻസി വിഷയം എല്ലാം ഇഷ്ടമാണ്. മാത്സിനോട് നല്ല താല്പര്യമാണ്. എപ്പോഴും ഫസ്റ്റ് വാങ്ങും സ്കൂളിലൊക്കെ. ഒന്നിങ്ങനെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞോട് നല്ലതാണ്. പരസ്യം കണ്ടു, യൂട്യൂബിലൊക്കെ കണ്ടിട്ട് സെർച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടാണ് വന്നത്.